UAE ഫ്യൂജറയിലെ ശ്രീ റജി ചെറിയാനെ പരിചയപ്പെടുന്നു. സ്വന്തം അധ്വാനം കൊണ്ട് ജീവിത വിജയം നേടിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റായി ജീവിതം തുടങ്ങിയ ഇദ്ദേഹം ഇന്ന് പല ബിസിനസ്സുകളിലാണ് വ്യാപൃതനായിരിക്കുന്നത്. ആലപ്പുഴ റമദ ഹോട്ടലിൻ്റെ ഉടമയാണ് ഇദ്ദേഹം. റമദ റജി എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലേക്കും ഒക്കെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. പ്രവാസികൾക്കിടയിൽ വൈവിധ്യപൂർണമായ ബിസിനസ്സുകൾ നടത്തി പ്രശസ്തനായ വ്യക്തിയാണ് ശ്രീ റജി ചെറിയാൻ. എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയിലൂടെയും ഫാക്ടറി നടത്തിപ്പിലൂടെയും ഹോട്ടൽ ബിസിനസ്സിലൂടെയും തന്റെ കഴിവ് തെളിയിക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് തന്റേതായ സംഭാവന നൽകി പ്രശസ്തനാകുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ റജി ചെറിയാൻ അഥവാ റമദ റജി. കായംകുളം പത്തിയൂർ സ്വദേശിയാണ് ഇദ്ദേഹം. 23 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നാഗാലാൻഡിൽ PWDയിൽ ജോലി നോക്കി. കരിയറിൽ കൂടുതൽ ഉന്നതങ്ങളിൽ എത്തണം എന്ന ആഗ്രഹം അദ്ദേഹത്തെ ഗൾഫിലെത്തിച്ചു. ആദ്യം ചെറിയ ചെറിയ ജോലികൾ ലഭിച്ചെങ്കിലും റജിയുടെ മനസ്സ് അവിടെ തങ്ങിയില്ല. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമാണ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി തുടങ്ങാൻ കാരണമായത്. ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അതിനുശേഷമാണ് നാഗാലാൻഡിൽ പോകുന്നതും. ഇവിടെ വന്നും എൻ്റെ ബിസിനസ് തുടക്കം എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയിലാണ്. ആദ്യമായിട്ട് തുടങ്ങുന്നത് ഒമാനിലായിരുന്നു. അവിടുന്ന് 2002 ഇവിടെ ഫുജറയിലെത്തി. അതിനുശേഷമുള്ള ഇത്രയും വർഷം സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസൂൺ എഞ്ചിനീയറിംഗ് ആണ് ഫുജറയിലെ ഇപ്പം എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയിൽ വെച്ച് ഏറ്റവും എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതും വളരെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു. ഗ്രൗണ്ട് +33 വിത്ത് ഹെലിപ്പാഡ്, വില്ലകൾ, ഫാക്ടറികൾ, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ഓയിൽ ബങ്കറിംഗ് ഫെസിലിറ്റികൾ, ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഡിസൈനിങ് ആൻഡ് കൺസൾട്ടൻസി സർവീസ് ചെയ്തു കൊടുക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വരവ് ആകസ്മികമായിരുന്നു. ഫുജിറയിലെ മോഡേൺ ഇന്ത്യൻ സ്കൂൾ ഇന്ന് UAEയിൽ പ്രസിദ്ധമാണ്. നാം മലയാളികൾക്ക് അത്ഭുതമാണ് ഈ സ്കൂൾ കാണുമ്പോൾ. ഒരു സ്റ്റാർ ഹോട്ടൽ എന്ന് തോന്നിക്കുമാറാണ് ഇതിൻ്റെ നിലവാരം. ക്ലാസ് റൂം, ലാബ്, ഓഫീസ്, ലൈബ്രറി എല്ലാം ഇന്റർനാഷണൽ ലെവലിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ടു ഡെവലപ്പ് നോളജ്, ലൈഫ് സ്കിൽസ് ആൻഡ് ലവ് ഓഫ് നേച്ചർ, ടു ഇൻകൾക്കേറ്റ് റൈറ്റ് വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇതാണ് മോഡേൺ ഇന്ത്യൻ സ്കൂളിൻ്റെ മിഷൻ. ഇവിടെ വന്ന് മറ്റുള്ള ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്, ഇങ്ങനെ ഒരു സ്കൂള് ഉണ്ട്, വിൽക്കുവാനുണ്ട്. അത് മലയാളിയുടെയാണ്. അവർ വിൽക്കാൻ കാരണം അവർക്ക് പുതിയ സ്കൂള് ബിൽഡിംഗ് പണിയണം. പഴയ ബിൽഡിംഗ് ആണ്. അത് ഇവിടുത്തെ ഗവൺമെൻറ് പുതിയ ബിൽഡിംഗ് പണിഞ്ഞില്ലെങ്കിൽ അത് ലൈസൻസ് ക്യാൻസൽ ചെയ്യും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ 800 സ്റ്റുഡൻസായിട്ടുള്ള സ്കൂളായിരുന്നു. അപ്പോൾ അത് ഞാൻ വിലക്കെടുത്ത് അതിനുശേഷം 2010 പണി തുടങ്ങി. കഴിഞ്ഞ വർഷം ആണ് പുതിയ സ്കൂൾ കംപ്ലീറ്റ് ആക്കി. ഗവൺമെൻറ് പറഞ്ഞ എല്ലാ രീതിയിലും ഈ റീജിയണിലെ ഏറ്റവും നല്ല സ്കൂള്, ഒരു സ്കൂളായിട്ടല്ല, ഞാനൊരു ഹോട്ടൽ പണിഞ്ഞ രീതിയിൽ തന്നെ ഒരു സ്കൂളും പണിതു. അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ അതിലാണ് സ്കൂളിൻ്റെ ഓപ്പറേഷൻസ് നടക്കുന്നത്. ബ്രിട്ടീഷ് സിലബസും ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനത്തിൽ ഇവിടെ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നു. ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻസിന് നിയമങ്ങളുണ്ട്. ഒരു ക്ലാസ് റൂം എത്ര ഏരിയ വേണം,
എങ്ങനെ ഇരിക്കണം, സ്കൂളിൻ്റെ ഡിസൈൻ ഏത് രീതിയിൽ വേണം, ഇതെല്ലാം ആ നിയമങ്ങളനുസരിച്ച് നമ്മൾ ചെയ്തെങ്കിലേ ഒരു സ്കൂൾ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. എല്ലാ കാര്യത്തിലും ഒരു ടീച്ചറിനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരെടുത്ത് വെക്കാൻ പറ്റില്ല. അതിന് മിനിസ്റ്ററുടെ അപ്രൂവൽ വേണം. ഒരു ഫീസ് കൂട്ടണമെങ്കിൽ മിനിസ്റ്ററുടെ അപ്രൂവൽ വേണം. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് നിയന്ത്രണത്തിൽ മാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയൂ. ഇന്ന് എല്ലാ രംഗത്തും വിജയം കൈവരിച്ച ഒരു ഭാഗ്യവാനാണ് റെജി. സ്കൂൾ, ഫാക്ടറി, ഫാർമസി, കൺസൾട്ടൻസി എല്ലാം നോക്കി നടത്താൻ ഇന്നും കഠിനമായി ഇദ്ദേഹം അധ്വാനിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നും ഒരു ബിസിനസ്സുകാരനായി മാറിയ കാലം റെജി ചെറിയാൻ ഓർക്കുന്നു. ആദ്യമേ വർക്ക് ചെയ്തിരുന്നിടത്തുനിന്ന് പതുക്കെ അവിടെ നിന്ന് മാറി വളരെ ചെറിയ ശമ്പളം ആയിരുന്നു അന്ന്. മാറി 1-2 പേരെ വെച്ച് തുടങ്ങി. അങ്ങനെ ചെറിയ രീതിയിലാണ് ഒമാനിൽ തുടങ്ങി. അവിടെ നിന്ന് ഇവിടെ വന്നും അങ്ങനെയൊക്കെ തന്നെ ഇവിടെ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് വിലയ്ക്ക് മേടിക്കുകയായിരുന്നു. അതും വളരെ ഐശ്വര്യമായിട്ടും ഒമാനിലേക്കാട്ടിലൊക്കെ വളരെ നല്ല വലിയ പ്രൊജക്റ്റുകൾ കിട്ടുന്നതിനും അത് ചെയ്യുന്നതിനും സാധിച്ചു. നോ എന്ന വാക്ക് റെജിയുടെ നിഘണ്ടുവിലില്ല. ഏതു പ്രോജക്റ്റുകളും തനിക്ക് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഇദ്ദേഹം ഏറ്റെടുക്കുന്നു. കാര്യങ്ങൾ പഠിച്ച് അത് നടപ്പിൽ വരുത്തുന്നു. ഒരു എൻജിനീയറിംഗ് കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യത്തിന് ഒരാൾ സമീപിച്ചാൽ അറിയാവുന്നതാണെങ്കിലും അറിയാൻ വയ്യാത്തതാണെങ്കിലും അത് ചെയ്തു കൊടുക്കാം എന്ന് ഏൽക്കുകയും എവിടെ ആർക്കറിയാമോ അവരെ കണ്ടുപിടിച്ച് അത് പഠിച്ച് വന്ന് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ദൗത്യം. അത് വരുമ്പോൾ അതിനുവേണ്ടി ഇറങ്ങുന്നു, അത് പഠിക്കുന്നു, അത് ചെയ്യുന്നു. അതിന് നമ്മുടെ പോരായ്മകൾക്കനുസരിച്ചുള്ള മറ്റുള്ള ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചെയ്തു കൊടുക്കുന്നു. ആരും ഒരാൾ സ്വന്തമായിട്ട് ചെയ്ത് വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതിൽ പാർട്ണർമാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ വേണമെന്നില്ല. സുഹൃത്തുക്കളുണ്ട്, സഹായിച്ചവർ. നമ്മൾ വരുന്ന വഴിയിൽ നമുക്ക് വളരെയധികം പല രീതിയിലുള്ള പല ആൾക്കാരെയും പരിചയപ്പെടുന്നതിനും അവരിൽ നിന്നെല്ലാം സഹായങ്ങൾ കിട്ടുന്നതിനും സാധിച്ചിട്ടുണ്ട്. ആ സഹായമാണ് ഈ എല്ലാ വിജയത്തിൻ്റെയും മുമ്പിലുള്ളത്. ഒറ്റയ്ക്ക് ആർക്കും എളുപ്പം ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കുന്നതിനും ഒന്നും സാധിക്കില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ ഇവിടെ നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും നമ്മൾ ജോലി കൊടുത്ത് വെക്കുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഇങ്ങനെയുള്ള എൻ്റെ നല്ല എല്ലാ ബിസിനസ്സുകാർക്കും കിട്ടുന്നതാണ്. കേരളത്തിലും ഇദ്ദേഹം പുതിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിൽ 122 മുറികളുള്ള റമദ ഹോട്ടൽ അതിൽ ഒന്ന് മാത്രം. ഇന്ന് റെജി ചെറിയാൻ അറിയപ്പെടുന്നത് റമദ റെജി എന്ന പേരിലാണ്. ആലപ്പുഴ അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പം ഉള്ള 26 5 സ്റ്റാറിൽ ഒരു 5 സ്റ്റാർ എൻ്റെ എന്ന് പറയുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട്. കാരണം 220 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം. അവിടെ ചെല്ലുമ്പം കിട്ടുന്ന റെസ്പെക്റ്റ് പൈസ ആർക്കും ഉണ്ടാക്കാം, ബാങ്കിലിടാം, വീട്ടിലിരിക്കാം. പക്ഷേ നമുക്കൊരു അഡ്രസ്സ് നമ്മുടെ നാട്ടിൽ എവിടെ ചെന്ന് പറയുമ്പോഴും എളുപ്പം അറിയുവാൻ ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ അറിയപ്പെടുന്ന ഇപ്പം റമദ റെജി എന്നാണ് അറിയപ്പെടുന്നത്. മേരിക്കുട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. റിച്ചു റെജി, ഋതു റെജി എന്നിവർ മക്കളും. എനിക്ക് 2 ആൺമക്കളാണ്. അവർ എൻ്റെ കൂടെ ഇവിടെ തന്നെയുണ്ട്. ഒരാൾ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇളയാൾ BBA കഴിഞ്ഞിട്ട് ജസ്റ്റ് ഹോട്ടൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴയിൽ പോയി ചാർജ് എടുക്കാൻ വേണ്ടി. പിന്നെ വൈഫ് ഹൗസ് വൈഫാണ്, ഇവിടെ എൻ്റെ കൂടെ തന്നെയുണ്ട്. കഠിനാധ്വാനവും ലക്ഷ്യബോധവുമുള്ള ഈ മനുഷ്യൻ തൻ്റെ പ്രവൃത്തിയിലൂടെ ഏത് അസാധ്യകാര്യവും ചെയ്തു വിജയിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇദ്ദേഹം ചെയ്ത പ്രോജക്റ്റുകളെല്ലാം ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. ലിമിറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇന്നതായിട്ട് മാറുമെന്നോ പറഞ്ഞിട്ടൊന്നും ഗൾഫിൽ വന്നതല്ല. 70 ഒമാനി റിയാൽ ശമ്പളത്തിൽ വന്ന 70 ഒമാനി റിയാൽ. അന്നത്തെ കാലത്ത് 70 ഒമാനി റിയാൽ ആകുമ്പോൾ അറൗണ്ട് ഒരു 6000-5000 രൂപയുള്ളൂ എന്ന് 89-ൽ അങ്ങനെ വന്നതാണ്. അവിടുന്ന് എവിടെ എത്തി? കാരണം ഞാൻ ആലോചിക്കുമ്പോൾ നമ്മളെയൊക്കെ ഓരോ സ്റ്റെപ്പേ കയറ്റിയിട്ടുള്ളൂ. 2 സ്റ്റെപ്പ് കയറാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. കാരണം തുടക്കം മുതൽ ഉപയോഗിക്കുന്ന എല്ലാ രീതിയിലും ഒരു വാഹനങ്ങളാണെങ്കിലും തന്നെ ആദ്യമേ ഉപയോഗിക്കുന്നത് തള്ളുന്ന വണ്ടിയാണ്, പിന്നെയാണ് ഓരോന്ന്. അങ്ങനെ മാറി എല്ലാ രീതിയിലും നമ്മളെ എത്തിച്ചേക്കുന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കാര്യമില്ല. നമുക്കെന്തുണ്ടോ ഇനിയും എന്താണോ
സർവേശ്വരൻ പറഞ്ഞേക്കുന്നത് ഇനി കൂടാനാണെങ്കിൽ കൂടും, കുറയാനാണെങ്കിൽ കുറയും. അങ്ങനെയുള്ള യാതൊരു നാളെ എന്താവും എന്ന് ചിന്തിക്കുന്നുമില്ല, അങ്ങനൊരു ഭയവുമില്ല. പ്രവാസ ജീവിതത്തിൽ വിജയങ്ങൾ വെട്ടിപ്പിടിക്കുമ്പോഴും സ്വന്തം നാടിനെ വളരെയേറെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മളിപ്പോഴും നാട്ടിൽ, വില്ലേജിൽ ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെ താമസിക്കുന്ന നാടൻ രീതിയിൽ വളരെ ആ ഒരു നാട്ടിൽ നിന്നും പോവാതെ ഒന്നുമില്ലായ്മയിലുള്ള നാട്ടിൽ തന്നെ ഇന്നും നിൽക്കുന്നത്. മെട്രോപൊളിറ്റൻ സിറ്റിയിലെ ജീവിതം ഇല്ല, ആ ഒരു ലൈഫ് ഇഷ്ടപ്പെടുന്നില്ല. ആഡംബരം ആഗ്രഹിക്കാത്ത, ജനിച്ച നാട്ടിൽ തന്നെ ഇന്നും സാധാരണക്കാരനായി സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വ്യക്തിത്വം തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. പ്രേക്ഷകരിൽ നിന്ന് നേരിട്ടും അല്ലാതെയും ലഭിക്കുന്ന നല്ല അഭിപ്രായങ്ങൾക്ക് നന്ദി. ശ്രീ റജി ചെറിയാനെ പോലെ ധാരാളം നല്ല വ്യക്തികൾ, നല്ല ജീവിത അനുഭവങ്ങൾ മറുനാടൻ മലയാളി സമൂഹത്തിലുണ്ട്. അവരിൽ നിന്നും നല്ല മുത്തുകളെ തപ്പിയെടുക്കുകയാണ് മറുനാടും മലനാടും ചെയ്യുന്നത്. ഇനി അടുത്ത ആഴ്ച. ശുഭരാത്രി.